നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ആവശ്യത്തിനായിട്ടുള്ള പണം കണ്ടെത്തുന്നതിന് 2 സ്മോൾ കേസുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വളരെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്തരം സ്മോൾ കേസുകളെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മൾ മിക്കവരുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളുടെ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാവണം സ്റ്റോക്കുകളിൽ നിന്നുള്ള ഡിവിഡൻഡ്. അതായത് അത്യാവശ്യം നല്ലൊരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉള്ള ഒരാൾക്ക് അതിൻ്റെ ഒരു പകുതി ഭാഗമോ അല്ലെങ്കിൽ ഒരു 30% ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 3% വെച്ച് ആനുവലി അതിൽ നിന്ന് ഒരു നേട്ടം അല്ലെങ്കിൽ ഡിവിഡൻഡ് നേട്ടം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ചെലവുകൾ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ടോട്ടൽ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യണ്ട. പക്ഷേ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് കോർപ്പസിലുള്ള തെറ്റില്ലാത്തൊരു കോമ്പണൻ്റായിട്ട് ഈ സ്റ്റോക്കുകളെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് 2 സ്മോൾ കേസുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ 2 സ്മോൾ കേസുകളിൽ നിങ്ങൾ മാസം തോറും നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ഡിപ്പ് വരുമ്പോൾ അഡീഷണൽ ആയിട്ട് നിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 സ്മോൾ കേസിലുള്ള സ്റ്റോക്കുകൾ ഡിവിഡൻഡ് തരുന്നതിൽ വളരെ അഗ്രഗണ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞൊരു 3% ആനുവലായിട്ട് ഡിവിഡൻഡ് മാത്രം തരികയും ഏകദേശം ഒരു 10% ഒക്കെ ആവറേജ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് തരികയും ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റോക്കുകളാണ് ഇത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു റിട്ടയർമെൻറ്റ് സമയത്തൊക്കെ നമ്മളുടെ മന്ത്ലി എക്സ്പെൻസ് നടന്നു പോകുന്നതിനായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഇൻവെസ്റ്റഡ് കോർപ്പസ് സ്വാഭാവികമായിട്ടും വർദ്ധിക്കുന്നതിനായിട്ടും ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ സഹായിക്കും. ആ 2 സ്മോൾ കേസുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്മോൾ കേസുകൾ എന്താണ് എന്നറിയാത്തവർക്കായിട്ട് ക്വിക്കായിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. സ്മോൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ ഒരു പ്രത്യേക കാര്യവുമായി ബന്ധപ്പെട്ട ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാനായിട്ട് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെടുത്തി വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ഈ സ്മോൾ കേസ്. അപ്പോൾ നമ്മൾ സ്മോൾ കേസിൽ പലതരത്തിലുള്ള സ്റ്റോക്ക് പോർട്ട്ഫോളിയോകളുണ്ട്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർമാർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള പോർട്ട്ഫോളിയോകളുണ്ട്. അപ്പോൾ അതിലുള്ള സ്റ്റോക്കുകൾ നമ്മൾക്ക് ഒറ്റയടിക്ക് വാങ്ങാനും അതിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് വിൽക്കാനും അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളെയാണ് ഈ സ്മോൾ കേസ് എന്ന് പറയുക. അപ്പോൾ ഇന്ന് ഈ പറയുന്ന 2 സ്മോൾ കേസുകൾ ഡിവിഡൻഡ് നൽകുന്നതിൽ വളരെയധികം കാര്യക്ഷമത കാണിച്ചിട്ടുള്ള 2 സെറ്റ് ഓഫ് സ്റ്റോക്കുകളാണ്. ഒന്നാമത്തെ സ്മോൾ കേസിൻ്റെ പേര് ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റ് എന്നാണ്. ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വർഷം കഴിയും തോറും ഡിവിഡൻഡ് തരുന്ന അളവ് കൺസിസ്റ്റൻ്റ്ലി കൂട്ടിക്കൊണ്ടിരിക്കുന്ന, അതേപോലെ തന്നെ ഓരോ വർഷവും തെറ്റുകൂടാതെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ലാഭവിഹിതം അല്ലെങ്കിൽ ഡിവിഡൻഡ് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനികളെ കൂട്ടിയോജിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്മോൾ കേസ്. ലാസ്റ്റ് 10 വർഷമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഡിവിഡൻഡ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നതിന് ഈ സ്മോൾ കേസ് നിർമ്മിച്ചിട്ടുള്ള കമ്പനി തിരഞ്ഞെടുത്തുള്ള ഒരു ക്രൈറ്റീരിയ. ലാസ്റ്റ് ഒരു 5 വർഷത്തെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആനുവലി 23.5% ഇവരുടെ നേട്ടം. 23% നേട്ടം തന്നെ തന്നിട്ടുണ്ട്, ഡിവിഡൻഡ് വേറെ. അപ്പോൾ അത്യാവശ്യം സൂപ്പർ കമ്പനികളാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ തന്നെ ഏകദേശം മനസ്സിലാക്കാം അല്ലേ. ഇതൊരു മീഡിയം വൊളാറ്റിലിറ്റി ഉള്ളൊരു സ്മോൾ കേസാണ്. അതായത് മാർക്കറ്റ് താഴുന്നതിനനുസരിച്ച് ഇതിലെ സ്റ്റോക്കുകൾ വലിയ രീതിയിൽ താഴില്ല, ഒരു മീഡിയം രീതിയിൽ മാത്രമേ താഴുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇതിലെ സ്റ്റോക്കുകൾ ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സ്, ബജാജ് ഫിനാൻസ്, ഫിനോലെക്സ് കേബിൾസ്, HDFC, ഇൻഫോസിസ്, ITC, ലാ ഒപ്പാല, റിലയൻസ്, പിഡിലൈറ്റ് ഒക്കെയാണ് ഇതിലുള്ള മെയിനായിട്ടുള്ള സ്റ്റോക്കുകൾ. ഇതിലെ 64% ലാർജ് ക്യാപ്പായിട്ടുള്ള സ്റ്റോക്കുകളും 8% മിഡ് ക്യാപ്പായിട്ടുള്ള സ്റ്റോക്കുകളും 26% സ്മോൾ ക്യാപ്പായിട്ടുള്ള സ്റ്റോക്കുകളുമാണ് ഈ സ്മോൾ കേസിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്മോൾ കേസ് വാങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് കുറവ് വരുത്തുകയും ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളുടെ നിശ്ചിത എണ്ണം
സ്റ്റോക്കുകൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ എത്തുകയും ചെയ്യും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ രംഗത്ത് ഈ സ്മോൾ കേസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക കാര്യത്തിനായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ റെഡിമെയ്ഡ് പോർട്ട്ഫോളിയോസ് നമ്മളെ വളരെ അധികം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി കുറേ സ്മോൾ കേസുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്ക് ഒരു ഷോർട്ട് ടേമിലും മീഡിയം ടേമിലും ഒക്കെ അത്ര നല്ല ലാഭവും തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഒരു സ്മോൾ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ കേസാണ്. ഡിവിഡൻഡ് പേയിങ് കമ്പനീസാണ് ഇതിലും കാര്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കമ്പനികളുടെ ഗ്രോത്ത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളുമാണ് ഇതിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. കെവിൻ മാട്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ ഇൻവെസ്റ്ററുടെ ഒരു പ്രത്യേക ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി ഫോളോ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളാണ് ഇതിൽ ഈ സ്മോൾ കേസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഗ്രോത്ത് ആൻഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് സ്മോൾ കേസിൽ ഇതിൽ 37,000 രൂപയോളമാണ് ഇതിലെ ടോട്ടൽ ഈ സ്മോൾ കേസിലെ മൊത്തം ഓഹരികൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള വില. 5 വർഷമായിട്ട് 24.8% ലാഭം തന്നിട്ടുള്ള ഒരു മീഡിയം വൊളാറ്റിലിറ്റി ഉള്ള മറ്റൊരു സ്മോൾ കേസാണിത്. ഇതിൽ വരുന്നത് സിയറ്റ്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, കോറമാൻഡൽ ഇൻ്റർനാഷണൽ, LT ഫുഡ്സ്, ഏരിയസ് ലൈഫ് സയൻസ്, ഇപ്ക ലാബ്സ്, GSPL ഒക്കെയാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ. അപ്പോൾ ഇത് 13% മാത്രമേ ലാർജ് ക്യാപ്പായിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. 33% മിഡ് ക്യാപ്പിലും 53% സ്മോൾ ക്യാപ്പിലുമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് റിസ്ക് ഉള്ള ഒരു സ്മോൾ കേസാണ്. നേരത്തെ പറഞ്ഞ ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റിനേക്കാൾ കുറച്ച് റിസ്ക് കൂടിയുള്ള സ്മോൾ കേസാണ് എന്നുണ്ടെങ്കിലും നല്ല ഗ്രോത്ത് തരുന്ന നല്ല ഡിവിഡൻഡ് തരുന്ന കമ്പനികളാണ് ഇതിലും ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ 2 സ്മോൾ കേസുകൾ ഒരേ സമയം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയോളം ചിലവ് വരും. അങ്ങനെ 1 ലക്ഷം രൂപ വെച്ച് നമ്മൾ ഒരു 10-20 വർഷം നമ്മൾ നിക്ഷേപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് 7-8 കോടിയൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നമ്മളൊരു നല്ലൊരു കോർപ്പസ് നിർമ്മിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ റിട്ടയർമെൻറ്റ് കോർപ്പസിൽ വളരെ നല്ല ഒരു കോമ്പിഡൻ്റ് ആയിട്ട് ഇത് മാറുകയും നമ്മൾക്ക് മന്ത്ലി ഇൻകം ഡിവിഡൻഡ് രൂപത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ മന്ത്ലി ഇൻകം ഡിവിഡൻഡ് രൂപത്തിൽ കിട്ടിയാലുള്ള ഗുണം എന്താ? നമ്മൾക്ക് ആ കോർപ്പസ് നമ്മളുടെ ഭാവി തലമുറയ്ക്ക് കൈമാറാനായിട്ട് സാധിക്കും. ഈ 2 സ്മോൾ കേസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആസ്ക് RupeeMonk സർവീസിൻ്റെ നമ്പറായിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾ കാര്യമായിട്ട് പരിഗണിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കൈമാറാം. അതോടൊപ്പം തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.